ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അച്ചാച്ചൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇരുന്ന് എന്തോ ചെയ്യുന്നതെന്നൊന്ന് നോക്കിക്കേ. എന്തോ എടുക്കുവാ അച്ചാച്ചാ? ഏ എന്തോ എടുക്കുവാ? എന്തോ എടുക്കുവാ അച്ചാച്ചൻ? ഇതെന്തോ എടുക്കുന്നേ? പീടി തീർക്കുക. ശ്വാസം മുട്ടിലുള്ള മരുന്നായിരിക്കും ഇല്ലയോ? പല വലിപ്പത്തിലും നീളത്തിലും രൂപത്തിലും ഒക്കെ കണ്ട് തീർത്ത് വെച്ചേക്കുന്നത് കണ്ട് ഇല വെട്ടി വെച്ചേക്കുന്നു കണ്ടോ? ഇങ്ങനെയുണ്ട്. ആരുടെ സഹായമില്ലെങ്കിലും ഇപ്പോഴും വേണ്ടി വന്നു കഴിഞ്ഞാൽ അവനവന് വേണ്ടുന്ന 2-3 ദോശയും ചായയ്ക്കും ഒക്കെയുള്ള കാശുണ്ടാക്കാനുള്ള കഴിവുണ്ടെന്ന് തെളിയിക്കുന്ന ആളെ കണ്ടു. പതുക്കെയാണ് ചെയ്യുന്നത്. പണ്ടും അങ്ങനെ പതുക്കെ. അച്ചാച്ചൻ വെളിയിൽ നിന്ന് മേടിച്ചിട്ട് ബീഡിയൊന്നും വലിക്കത്തില്ല. അച്ചാച്ചൻ ഇങ്ങനെ ഞങ്ങളെയും കൊണ്ടാണ് മേടിപ്പിക്കുന്നത് ഈ സാധനം. ചുക്ക ഇങ്ങനെ മേടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ബീഡി ഇങ്ങനെ ചുക്കായും ബീഡിയെല്ലാം മേടിപ്പിക്കും. എന്നിട്ട് കൊണ്ടുവന്നിട്ട് അതിനകത്ത് കസ്തൂരിയാതി ഗുളികയെ പൊടിച്ച് ചേർത്ത് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കി കൊണ്ടുവന്ന് ഈ ടിന്നിനകത്തങ്ങ് വെക്കും. എന്നിട്ട് തന്നെ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഇപ്പോൾ ഒത്തിരി നാൾ ഇങ്ങനെ തീർത്ത ആ ഒരു ടിന്നുണ്ട്, ആ വെള്ള ടിന്നിനകത്തിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചേക്കും. അങ്ങനെയൊന്നും വലിക്കത്തില്ല, എപ്പോഴെങ്കിലും ഒരെണ്ണമൊക്കെ വലിക്കും. നേരത്തെ അങ്ങനെയൊന്നും അല്ല, ഒരുപാടങ്ങ് വലിക്കുമായിരുന്നു. ജോലി ചെയ്യും, ആഹാരം കഴിക്കത്തില്ല, ഈ വീടിയും വലിച്ചുകൊണ്ട് നടന്നങ്ങ് ജോലി ചെയ്യും. കഴിക്കാനിരിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടിരുന്നങ്ങ് കഴിക്കും. അങ്ങനെയായിരുന്നു. വേണ്ട ഇപ്പം ഇങ്ങനെ തീർത്തത് എടുത്ത് വെച്ചേക്കും. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ആരെങ്കിലും നമ്മുടെ വീട്ടിലോട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഒരെണ്ണം എടുത്ത് കൊടുക്കും. അത് അച്ചാച്ചൻ്റെ ഒരു സന്തോഷമാണ്. ആരെ കണ്ടു കഴിഞ്ഞാലും വേണോ വീടി വലിക്കുമോ, ഒരു വീടി വലിക്കാൻ തരട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ അച്ചാച്ചനുള്ള ദോശ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവാന്നേ. കുറച്ച് ദോശമാവേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഗോതമ്പ് മാവും കൂടെ അതിൽ ചേർത്തിട്ട് അത് കുറച്ച് കലക്കി അച്ചാച്ചനുള്ള ദോശ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. ഇന്നലത്തേൻ്റെ ബാക്കി മാവായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് അജുവിന് വേണ്ടാന്ന് പറഞ്ഞു. ദോശ ഇന്നലെ ഞാൻ ഓർത്ത് അജുവിന് 2 എണ്ണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അജു എന്നോട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് ദോശ വേണ്ട, എനിക്ക് ചോറാണ് വേണ്ടുന്നത്. ഇന്ന് രാവിലെ ഞാൻ ചോദിച്ചു, മോനെ കടലക്കറി ദോശയും കൂടെ തരട്ടെ, ഇന്നലത്തെ കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, അമ്മച്ചി എനിക്ക് വേണ്ട, എനിക്ക് ചോറാണ് വേണ്ടുന്നതെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ അജു ചൂട് ചോറും മുട്ട പൊരിച്ചതും ഒക്കെ കൂട്ടി ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചിട്ടാണ് പോയത്. കൊടുത്തു വിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴുതനങ്ങ മെഴുക്ക് വരട്ടി, ചമ്മന്തി. വഴുതനങ്ങ മെഴുക്ക് വരട്ടി ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് തിന്നോളൂ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു വിട്ടിട്ടുണ്ട്. അതും ചമ്മന്തിയും മുട്ട പൊരിച്ചതും കൂടെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നതെന്ന് വെച്ചാലും ഇന്ന് രാവിലെ ഞാൻ ചക്കക്കുരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. ചക്കക്കുരു തീരുന്നിടം വരെ ചക്കക്കുരു ഉണ്ടെങ്കിൽ എനിക്ക് ചക്കക്കുരു മെഴുക്ക് വരട്ടി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമരയ്ക്ക മെഴുക്ക് വരട്ടിയുണ്ട്. അതൊരു പാത്രത്തിനകത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടെടുത്ത് അടച്ച് വെച്ചേക്കും കേട്ടോ. അമരയ്ക്ക മെഴുക്ക് വരട്ടി വഴുതനങ്ങ മെഴുക്ക് വരട്ടിയും കൂടെ ഞാനൊരു പാത്രത്തിൽ അടച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാം. ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നു, നല്ല ശരിക്ക് കാണത്തുള്ളൂ കേട്ടോ. ഇത് കണ്ട് അമരയ്ക്ക മെഴുക്ക് വരട്ടി, അതിൻ്റെ അടിയിലാണെങ്കിൽ വഴുതനങ്ങ മെഴുക്ക് വരട്ടിയും കൂടി ഇരിപ്പുണ്ട്. സൈഡിൽ കാണാമായിരിക്കില്ലയോ, സൈഡിൽ കൂടെ. അങ്ങനെ അത് രണ്ടും ഉണ്ടാക്കി ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാം. കറികൾ ഞാൻ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ചെറുപയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് കടുക് വറുത്തങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോഴത്തേന് നമുക്കൊരു ചെറുപയറിൻ്റെ കറിയാവും. ഞാനാണെങ്കിലേ കുറച്ച് അരി 2 ഗ്ലാസ് അരി ഉഴുന്നും ഇച്ചിരി ഉലുവയും ചേർത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും എടുത്ത് അരച്ച് വെക്കാം. രാത്രി അജുമോന് ദോശ വേണമെന്ന്, കാരണം അജു ഉറങ്ങുമ്പോഴത്തേന് 10, 11, 12 മണിയൊക്കെ ആവും. അന്നേരമൊക്കെ അവനൊരു ദോശ വേണമെന്ന് പറയാമെങ്കിൽ ഇതിപ്പം അരച്ച് വെച്ച് കഴിയുമ്പോഴത്തേനും അപ്പോഴത്തേനും നല്ലതായിട്ട് അത് റെഡിയായിട്ടിരിക്കും. അപ്പം അജുമോനൊരു ദോശ വേണമെന്ന് പറയാമെങ്കിൽ അവന് അത് കൊടുക്കാൻ ചൂടോട് ചില സമയത്ത് ഇഷ്ടമായിരിക്കും. അങ്ങനെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഇന്നലെ ദോശ ഉണ്ടാക്കിയപ്പം അവന് കടലക്കറി കൂട്ടിയില്ലായിരുന്നല്ലോ രാവിലെ. അപ്പോൾ അവൻ കഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഉള്ളി ദോശയായിരുന്നു അവൻ കഴിച്ചത്.
അതിൻ്റെ കൂടെ അവന് ഒരു മുട്ട പൊരിച്ചതും കൂടെ ആയിരുന്നു കഴിച്ചിട്ട് പോയത് ഇന്നലെ. അപ്പം ഇതാണ്ട് കടലക്കറി ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. എടുത്ത് വന്നിട്ട് നല്ലതായിട്ട് റെഡിയാക്കി തിളപ്പിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അച്ചാച്ചന് കൊടുക്കാൻ ഇന്നലത്തേതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അച്ചാച്ചനുള്ള ദോശ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അച്ചാച്ചൻ്റെ ജോലിയിൽ അങ്ങനെ വ്യാപൃതനായിട്ടിരിക്കുക. ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് പിന്നെ മഴയൊക്കെ ഇച്ചിരി ഒന്ന് മാറി. രാവിലെ മുതൽ പിന്നെ അങ്ങനെ മഴ പെയ്തില്ല. പക്ഷെ ചെറിയ തുള്ളികളിങ്ങനെ ചെറിയ തുള്ളികളിങ്ങനെ ഇപ്പോഴും വീണുകൊണ്ടിരിക്കുക. ചെറിയ തുള്ളികൾ പറ്റ തോന്ന് നിൽക്കുമല്ല, ചെറിയ തുള്ളി ഇങ്ങനെ ഓരോ തുള്ളിയായിട്ട് വീണുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ അവിടെ എല്ലാം ഇത് അരിമ്പാറ പോലാന്ന് പറഞ്ഞാൽ അവളെ ഞാൻ എടുത്തു. അവനായിരിക്കും ചിലപ്പോൾ ചത്തു പോത്തേ ഉള്ളൂ. കുന്തം വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതലും ചത്തു പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. എടുത്തു കൊണ്ടുവന്നിട്ട് കൊണ്ട് അവിടെ രാവിലെ അതിന് ചോറും വാരി കൊടുത്ത് പിന്നെ അതിൻ്റെ തലയെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും മഞ്ഞൾ തേച്ച് അവിടെ അങ്ങനെ കിടത്തിയേക്കുക. അവിടെ മാറ്റി ഇരുത്തിയേക്കുമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇപ്പം മഴച്ചാറ്റൽ ഉള്ളതുകൊണ്ട് തറയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നനഞ്ഞ് കിടക്കും. അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്നിങ്ങനെ കിടത്തിയേക്കുക. ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ. പിന്നെ കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു. 2-3 ദിവസം കൊണ്ട് തോരാതെ ഇങ്ങനെ മഴയായതുകൊണ്ട് തുണികൾ ഞാൻ കഴുകിയിട്ടില്ലായിരുന്നു. കാരണം എനിക്കപ്പം തീരെ വയ്യായിരുന്നു കേട്ടോ, തീരെ വയ്യായിരുന്നു ഒട്ടും. ഇന്ന് ആ വെയിലൊക്കെ ഒന്ന് ചെറിയ മഴയൊക്കെ ഇച്ചിരി മാറിയപ്പോഴത്തേന് ഒരാശ്വാസമുണ്ട്. അപ്പോൾ അജുമോൻ്റെ ഒരിച്ചിരി തുണി ഉണ്ടായിരുന്നു കഴുകാൻ. പിന്നെ അച്ചാച്ചൻ്റെ ഉണ്ടായിരുന്നു, എൻ്റെ 2-3 തുണികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം ഒന്ന് കഴുകി പറക്കി ഇങ്ങനെ ഇട്ട് എല്ലാം കഴുകിയൊക്കെ ഇട്ട് അതുകൊണ്ട് അച്ചാച്ചൻ്റെ തുണികളൊക്കെ കഴുകിയിട്ട് അപ്പോൾ അങ്ങനെ നമുക്കൊരു സമാധാനം. ഇച്ചിരി ഒരു കാറ്റും ഒരു വെയിലും ഒക്കെ ഒന്ന് ഉറച്ചായിരുന്നെങ്കിൽ ഈ തുണിയൊക്കെ ഒന്ന് നല്ലപോലെ അങ്ങ് ഇതായിരുന്നു നമുക്ക്. പിന്നെ എടുത്തകത്തോട്ടിട്ട് കഴിഞ്ഞാലും പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. നല്ലപോലെ അങ്ങ് തോരണം, അന്നേരമാണ് നമുക്ക് നല്ലത്. ഞാനാണെങ്കിൽ ഇച്ചിരി പിന്നെ മിറ്റമൊക്കെ പിന്നെ ഈ മഴയൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യായിരിക്കും. ഇന്നലെ മിറ്റം തൂത്തില്ല കേട്ടോ. ഇന്നൊന്ന് മിറ്റമൊക്കെ തൂത്തിട്ട് പിന്നെ എത്ര മിറ്റം തൂത്തിട്ടും കാര്യമില്ല. നമ്മുടെ ഇവിടെ ഇങ്ങനെ അങ്ങ് ഇതൊക്കെയല്ലേ ഇങ്ങനെ ഇവരെല്ലാം ഉള്ളതുകൊണ്ട് ഇവരുടെ ഇലകളെയെല്ലാം പൊഴിച്ചിങ്ങനെ ഇടുമ്പം നമുക്ക് പിന്നെ ഇങ്ങനെ എപ്പോഴും തൂത്തും വാരിയൊക്കെ ഇരിക്കണം. ആവുന്നവർക്കാണേ കുഴപ്പമൊന്നുമില്ല. 2 നേരം തൂത്ത് വാരുന്നതിന്. പണ്ടൊക്കെ 2 നേരം തൂത്ത് വാരുമായിരുന്നു. ഇപ്പോഴൊന്നും എന്നെയും കൊണ്ട് പറ്റത്തില്ല. ഞങ്ങളുടെ കൊച്ചുനാളിലൊക്കെ എൻ്റെ ചേച്ചിയാണെങ്കിൽ ഇപ്പോഴും 2 നേരത്തിന് 3 നേരവും തൂത്ത് വാരുന്ന ആളാണ്. എന്നെയും കൊണ്ട് വയ്യാത്തതുകൊണ്ട് എനിക്കതൊന്നും പറ്റത്തില്ല. പിന്നെ റംബുട്ടാനെല്ലാം കിളികൾ തിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തിന്ന് കളയുക മൊത്തം. അവിടെ ഒക്കെ കാണാൻ പോലും ഇല്ല, തോടേ ഉള്ളു. എല്ലാം തിന്ന് താഴോട്ടൊക്കെ കാണുമായിരിക്കും. അതിന് ഭയങ്കര മധുരമായതുകൊണ്ട് നിൽക്കുന്നതിന് ഭയങ്കര മധുരമായതുകൊണ്ട് അത് മൊത്തം കിളി തിന്നുക. ഞങ്ങളൊന്നും ഇതുവരെ ഒന്നും പറിച്ചില്ല. കാരണം നമ്മളത് കൊടുത്ത് നിർത്തിയേക്കുക. അതുകൊണ്ട് അവർ പറിക്കുമ്പോൾ എന്തായാലും നമുക്ക് തരുമെന്നുള്ള ഒരിത് ഉണ്ട്. അവിടെ നമ്മൾ ഒരെണ്ണം പോലും ഞാൻ ഒരെണ്ണം പോലും ഈ പ്രാവശ്യം നമ്മുടേതെന്ന് പറിച്ചിട്ടുമില്ല, തിന്നിട്ടുമില്ല. അജുമോനാണ് ഒരു റംബുട്ടാൻ മേടിക്കുന്ന ഒരാൾ. അജുമോന് റംബുട്ടാൻ കൊടുത്തെന്ന് പറഞ്ഞ് ഒരു 5-6 എണ്ണം അജുമോൻ ഇവിടെ കൊണ്ടുവന്നു. അപ്പം ഞാനും അതേന്ന് 2 എണ്ണം തിന്ന്, അജുമോനും ബാക്കി 2-3 എണ്ണം തിന്നു. അതുങ്ങൾ കൊത്തിപ്പറിച്ച് ഇങ്ങനെ കണ്ട ഇവിടെയൊക്കെ തറയിലെല്ലാം വീണ് കിടക്കുക. ഇതൊക്കെ ഇതിന് ചിലപ്പം പുളിയായിരിക്കും, എന്തുവെന്നറിയത്തില്ല. പുളിയെങ്ങാണോ ആയിരിക്കും. വേറെ ഒരെണ്ണം പുളിയുള്ളതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അജുമോൻ അത് വെട്ടിക്കളഞ്ഞായിരുന്നേ. പിന്നെ നമ്മുടെ ചിക്കുവിൻ്റെ കൂടിൻ്റെ പുറത്തോട്ട് കിടന്നത്. പിന്നെ ബാക്കി ഇതൊക്കെ പിന്നെ എല്ലാം പഴുത്ത് വരിക. അതൊന്നും ഇതുവരെ തിന്നില്ല. ഇത് തിന്നാത്ത ഇനിയും പിന്നെ ഇതെല്ലാം പുളിയായതുകൊണ്ടാണെന്നോ എനിക്കറിയത്തില്ല കേട്ടോ. പുളിയായതുകൊണ്ടാണെന്നോ അറിയത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ വഴുതനങ്ങയൊക്കെ അജുമോൻ്റെ വഴുതനങ്ങയൊക്കെ
കാണിച്ചായിരുന്നു. ഈ കളറാ ഈ പ്രാവശ്യത്തെ കേട്ടോ. കണ്ടോ ഈ കളറ് എല്ലാത്തേലും ഒന്നും രണ്ടും ഒരെണ്ണവും രണ്ടെണ്ണവും ഒക്കെ വെച്ച് ഉണ്ട്. 3-4 മൂട് ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ. പിന്നെ മാങ്കോസ്റ്റിൻ ഉണ്ട്. ഇവിടെങ്ങാണ്ട് പഴുത്ത് നിപ്പുണ്ടായിരുന്നു. അത് ഈ തറയിലെങ്ങാനും വീണതായിരിക്കും. എന്ത് ചെയ്യുന്നു, 2-3 എങ്ങാണ്ട് അജുമോൻ പറിച്ചു. ഈ പ്രാവശ്യം അധികമൊന്നുമില്ല, 10 എണ്ണം എങ്ങാണ്ട് ഉണ്ടായി. 1-2 ഒക്കെ അജു പറിച്ച് ഞങ്ങൾക്കും എനിക്കും അച്ചാച്ചനും കൂടെ തന്നായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇന്നുള്ള നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം. പിന്നെ ആ വെയിലൊക്കെ ഉറച്ചപ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു ചൂട് ശരീരത്തോട്ട് ആ ഒരു ചെറിയ വെയിലിൻ്റെ ഒരു സുഖമെന്നറിയാം. എനിക്ക് അന്നേരം ഒരു ആശ്വാസം വരുന്നത്. പിന്നെ എനിക്ക് വയ്യായിരുന്നല്ല കഴിഞ്ഞ ദിവസമൊക്കെ. എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ നിങ്ങളേ ഉള്ളൂ, നിങ്ങളോടാണ് ഞാൻ പറയുന്നതല്ല. നോക്കിയേ എൻ്റെ കാലിൻ്റെ നീര് ഇവിടെയൊക്കെ ഇപ്പം നീര് കുറഞ്ഞു കേട്ടോ. ഭയങ്കര വരുന്നേ. ഇവിടെയൊക്കെ കണ്ടോ ഒരു സൈസ് കറുത്ത ഇത് കണ്ടോ, കറുത്ത കളറിൽ ആ നീര് കയറിയിട്ട് ആ നീര് കുറഞ്ഞു വന്നപ്പോൾ കറുത്ത കളറിലായി. കണ്ടോ ഇവിടെയൊക്കെയാണ് ആ ഒരു ചുമന്ന കളറ് പോലെ വേറെ ഒരു കളറായിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. കാണാവോ? ഇവിടെ കേട്ടോ, കാണാവോന്നറിയത്തില്ല. ഇവിടെ ഇങ്ങനെ അവിടെ ചൊറിഞ്ഞാലൊന്നും ആ ഒരു പാട് വരത്തില്ലായിരുന്നു കേട്ടോ. അത്രയെടുത്ത് ചൊറിഞ്ഞ ആ പാട് വരത്തില്ലായിരുന്നു അവിടെ മാത്രം. പക്ഷേ ഇപ്പം ചൊറിഞ്ഞ പാടെല്ലാം വരുന്നുണ്ട്. കണ്ടോ ദൈവം എന്നെ കൈവിടത്തില്ലെന്നുള്ളതിൻ്റെ തെളിവാണത്. ഞാൻ ഒരാശുപത്രി പോലും പോയില്ല. ഞാൻ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. കണ്ടോ ഇപ്പോൾ ചൊറിയുമ്പം ആ പാടെല്ലാം ഇത്ര ഇടത്തായിരുന്നു ചൊറിയുമ്പം പാട് വരാതിരുന്നത്. അവിടെ എന്തോ ചെയ്താലും പാടൊന്നും വരത്തില്ലായിരുന്നു. ഇപ്പം മൊത്തം ചൊറി നമ്മൾ സാധാരണ നമ്മുടെ കാലൊക്കെ ചൊറിയുമ്പോൾ ഇങ്ങനെ ഒരു മാന്തിയ പാട് ഇങ്ങനെ വെള്ള കളറ് അങ്ങ് വരുമല്ലോ നഖം വെച്ച് മാന്തുമ്പം. അതൊന്നും വരത്തില്ലായിരുന്നു. ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് അവിടെ ചൊറിയുമ്പോൾ അങ്ങനത്തെ പാടൊക്കെ വരുന്നുണ്ട്. അപ്പം എനിക്കതുകൊണ്ടൊരു സന്തോഷം. കണ്ടോ കാലൊക്കെ ഒരു കളർ വ്യത്യാസം കണ്ടോ. ഈ കാലയിലും നീര് ഈ കാലേ അത്രയും നീരില്ല, എന്നാലും ഈ കാലയിൽ ഭയങ്കര നീരായിരുന്നു. ആ നീരെല്ലാം പറഞ്ഞു. ഈ കാലേ ഒത്തിരി നീര് വരത്തില്ല, വലത്തുകാലേ നീര് വരും, ഭയങ്കര നീര്. ഇത്രയും നീര് വരത്തില്ല. ഇതങ്ങ് നീര് വന്നങ്ങ് വല്ലാത്ത ഒരവസ്ഥ വരുന്നത്. എനിക്ക് എന്തോ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഭയങ്കര അസ്വസ്ഥത. ഇവിടെ എല്ലാം ചൊറിയുമായിരുന്നു. ഇവിടെ അങ്ങ് ചൊറിയും, എത്രയെടുത്ത് അവിടെ അങ്ങ് ചൊറിയുമായിരുന്നു. ഇപ്പോൾ അവിടെ ഒത്തിരി, പക്ഷെ ചൊറിഞ്ഞപ്പോൾ പിന്നെ അവിടെ ചൊറിച്ചിൽ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ അവിടെ ഞാനിങ്ങനെ ചൊറിയുമ്പം കാണാമല്ലോ. നോക്കിയേ ഒരു കളറിൻ്റെ മാറ്റം കണ്ടോ. അവിടെ ഒരു വേറെ കളറ് കണ്ടോ. അതാ അതിൻ്റെ കാലിൻ്റെ ചുറ്റും എല്ലാം മൊത്തത്തിലുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്, ഒന്നും പറയണ്ട. ഇവിടെ ഒന്ന് ഇങ്ങനെ വെച്ചപ്പോഴത്തേനും അവിടെ ചള്ളി കാല്. കണ്ടോ. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. എന്നും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനെങ്ങും പിന്നെ അന്ന് ഞാൻ വരുന്ന സമയത്ത് എന്നോട് ഡോക്ടർ എത്രയും പെട്ടെന്ന് പൊയ്ക്കുമെന്ന് പറഞ്ഞതാ. അച്ചാച്ചൻ എന്തോ ക്ലാസ് എടുത്തെറിയുമെന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. അന്ന് ഞാൻ എത്രയും പെട്ടെന്ന് പൊയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് അന്ന് ഞാൻ വന്നായിരുന്നല്ലോ. അന്നൊക്കെ ഞാൻ ചത്തുപോകണ്ടെന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട്. സത്യം പറഞ്ഞാൽ ഡോക്ടർമാർക്ക് വരെ പേടിയായിരുന്നു അന്ന്. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടായിരുന്നു സത്യത്തിൽ ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. ഇപ്പം എനിക്ക് നിങ്ങളോടൊക്കെ മിണ്ടാനും എടുക്കാനും എല്ലാം പറ്റുന്നത് അതുകൊണ്ട്. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോടൊന്നും മിണ്ടാനോ ഒന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നേന്.
ഇങ്ങനെയൊക്കെ മിണ്ടുമ്പോൾ കാര്യം പറയുമ്പോൾ നിങ്ങളെനിക്ക് അയക്കുന്ന ആ കമൻറ്റുകളാണ് ഞാൻ പറയുന്നതിൻ്റെ തിരിച്ചുള്ള മറുപടി നിങ്ങളെനിക്ക് തരുന്ന അതിൻ്റെ ആ ഒരു സന്തോഷം. അത് കിട്ടുമ്പോൾ ഉള്ള എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് മനസ്സിനും ശരീരത്തിനും ഒന്നും സുഖമില്ലാഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ മെസ്സേജ് ഒരാഴ്ചയിൽ കൂടുതൽ ഞാൻ ഒരു വീഡിയോ പോലും ഇട്ടില്ല. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ 32 34 സബ്സ്ക്രൈബേഴ്സൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.